സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു റമദാൻ കൂടി അല്ലാഹുവിലേക്ക് ചിറകടിച്ചുയരുകയാണ്. പുണ്യകരമായ നാളുകൾ അതിവേഗം കൊഴിഞ്ഞു പോവുകയാണ്. ഈ ജുമുഅ, ഈ റമദാനിലെ വിടവാങ്ങൽ ജുമുഅയാണ്. ഇനി നമുക്ക് 4-5 രാപ്പകൽ കൂടി ബാക്കിയുണ്ട്. 2 ഒറ്റയിട്ട ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളും. ഓരോ റമദാനും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് പറയാം. അങ്ങനെയാണല്ലോ ജീവിതവും അതിവേഗം കടന്നു പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ, എന്നാൽ പലതും പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ചിലതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. നേടിയോ പാഴാക്കിയോ, വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ആത്മവിചാരണ നടത്തേണ്ട ഈ റമദാനിൻ്റെ മഹ്ശറിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. പടച്ച തമ്പുരാൻ നമ്മിലേക്ക് നിയോഗിച്ച അതിഥി, ആ അതിഥിയെ നാം എങ്ങനെയാണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് ആദരിച്ചത്, എങ്ങനെയാണ് സൽക്കരിച്ചത് എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട സന്ദർഭമാണിത്. ഇതേപോലെ തന്നെയാണ് ഒരു നാൾ മരണവും കടന്നു വരിക. അങ്ങനെയാണ് പൊടുന്നനെ എല്ലാം കൈവിട്ടു പോയല്ലോ എന്ന് നാം അസ്വസ്ഥപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പോൾ നമ്മിലുണ്ടെങ്കിൽ, അന്ന് ഒരു നാൾ മരണം കടന്നു വരുമ്പോഴും നമ്മളിങ്ങനെ തന്നെ സങ്കടപ്പെട്ടു പോകും. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ, പടച്ചോനെ അല്പനേരം കൂടി ഒന്ന് പിന്തിച്ചിരുന്നെങ്കിൽ, ഒരവസരം കൂടി തന്നെങ്കിൽ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, പടച്ചോനെ ഞാൻ നന്നായിക്കൊള്ളാം, ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ എല്ലാം സത്യപ്പെടുത്തിക്കൊള്ളാം, വഅകും മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോളാം പടച്ചോനെ എന്ന് ആ അവസാന ശ്വാസം വലിക്കുന്ന സമയത്തും നമ്മൾ സങ്കടപ്പെട്ട് പടച്ചവനോട് പറഞ്ഞു പോകും. അവധിയെത്തിയാൽ ഒരു നഫ്സിനെയും പടച്ച തമ്പുരാൻ പിന്തിക്കുകയില്ല. അല്ലാഹു തആലയുടെ വാക്കാണ്. സമയത്തിൻ്റെ പ്രത്യേകത അതാണ്. കയ്യിലുള്ളപ്പോൾ ഉപയോഗപ്പെടുത്തിയാൽ കിട്ടി, അല്ലെങ്കിൽ അത് എന്നേക്കുമായി നമ്മ വിട്ട് കടന്നു പോകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പള്ളി മിമ്പറുകൾ ഇന്ന് റമദാനിന് സലാം ചൊല്ലി പിരിയും. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. അങ്ങേയറ്റത്തെ ഗൃഹാതുരത്വത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നെഞ്ചേറ്റിയിട്ട് വിതുമ്പുന്ന മനസ്സോട് കൂടിയിട്ട് ഖത്തീബുമാര് സലാം ചൊല്ലുന്നത് കേൾക്കാം. പക്ഷേ ആ സലാം റമദാനിനോടുള്ള സലാം എന്ന് സാങ്കേതികമായിട്ട് പറയാമെങ്കിലും നന്മകളോടുള്ള സലാം ആയി പോകരുത്.
നേടിയെടുത്ത ഒരുപാട് നന്മകളുണ്ടല്ലോ ജീവിതത്തിൽ. ഈ കടന്നു പോകുന്ന മാസത്തിൽ നാം ആർജിച്ചെടുത്ത ഒരുപാട് നന്മകൾ, ആ നന്മകൾ കൈവിട്ടു പോകുന്ന എല്ലാം റമദാനോടുകൂടി ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് അള്ളാഹുവെ തന്നെ തിരിച്ചേൽപ്പിക്കുന്ന അവസ്ഥയിലായി പോകരുത് നമ്മൾ ഈ റമദാനിനോട് വിട പറയുന്നത്. മറിച്ച് ഈ റമദാൻ നമുക്ക് നൽകിയ മഹത്തായ ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ഒരുപാട് പരിശ്രമിച്ച് നേടിയെടുത്ത നന്മകൾ ഒരുപാടുണ്ട്. ആ നന്മകളെ ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് റമദാനിനെ സലാം ചൊല്ലി പിരിയുമ്പോൾ നമ്മുടെ മനസ്സ് കണ്ണീരണിയുന്നത്, നമ്മുടെ ചിന്തകൾ തീർച്ചയായും കൂടുതൽ നന്മയിലേക്ക് മുന്നേറുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. കൈവിട്ടു പോകരുത് നേടിയെടുത്ത നന്മകൾ. ഒരുപക്ഷെ റമദാനിന് മുമ്പ് നമ്മുടെ ജീവിതം അലസമായി കുത്തഴിഞ്ഞ അവസ്ഥയിലായി പോയിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്ന് നാം തിരിച്ചു വന്നിരിക്കുന്നു. നമസ്കാരം ചിട്ടപ്പെടുത്തി കൃത്യമായി ജമാഅത്തായി അനുഷ്ഠിച്ച് നമ്മൾ നാം ശീലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടവർ അൽഹംദുലില്ലാഹ് പരിസരത്തെ പള്ളികൾ അടഞ്ഞു കിടക്കുമ്പോഴും നമ്മുടെ പള്ളിയിൽ 5 നേരവും റമദാനിൽ നമുക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അതേപോലെ ജുമുഅകളിൽ നമുക്ക് സംബന്ധിക്കാൻ പടച്ചതമ്പുരാൻ തൗഫീഖ് ചെയ്തിരിക്കുന്നു. ഇതൊരു മഹാസൗഭാഗ്യമാണ്. പടച്ചതമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇബാദത്തുകളിലെ നിഷ്ഠയുണ്ടാവണം. ഇനി ലോക്ക്ഡൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും ഇൻഷാ അല്ലാഹ് വീടുകളിലാണെങ്കിൽ കുടുംബത്തോടൊപ്പം ഒന്നിച്ചുകൊണ്ട് തന്നെ അവ്വല് വഖത്തിൽ നമസ്കരിക്കുക എന്ന ഒരു രീതി വീട്ടിലും നടപ്പിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഓരോ ആളും അവരവർക്ക് തോന്നുമ്പോൾ നമസ്കരിക്കുന്ന കുത്തഴിഞ്ഞൊരവസ്ഥയുണ്ടല്ലോ, അതിന് ഇഖാമത്തുസ്സല എന്ന് പറയില്ല. അത് തോന്നുമ്പോൾ നമസ്കരിക്കുന്ന അവസ്ഥയാണ്. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയാം. പരമാവധി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ച് വീട്ടിലാണെങ്കിലും ഒന്നിച്ച് നമസ്കരിക്കുന്ന രീതി നമുക്ക് മുറുകെ പിടിക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഒരുപാട് നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ കഴിയുന്നത്ര നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. രാത്രിവേളകളിൽ നാം നമസ്കരിച്ച് ശീലിച്ചിരിക്കുന്നു. പാതിരാവുകളിൽ എഴുന്നേറ്റ് പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ കണ്ണീര് വാർത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ ആ നന്മയും ഒരു റക്അത്തെങ്കിലും വിത്റായിട്ട് നമസ്കരിക്കാൻ, 2 റക്അത്തെങ്കിലും തഹജ്ജുദായിട്ട് നമസ്കരിക്കാനുള്ള സന്നദ്ധത നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശകളുണ്ട്, അതേപോലെ തന്നെ ആശങ്കകളുമുണ്ട്. ആശകൾ അൽഹംദുലില്ലാഹ് നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുണ്യകരമായ അനുഷ്ഠാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയോടുകൂടിയാണ് റമദാനിലേക്ക് നാം പ്രവേശിച്ചത്. അതേസമയം ഈ നന്മകൾ നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഖുർആൻ ഉണർത്തുന്നുണ്ടല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ നാഥൻ റബ്ബ് അല്ലാഹുവാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും സുമ്മ ഇസ്തഖാമു, ആ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകളുടെ കാവൽ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കാതിരിക്കൂ, ഭയപ്പെടാതിരിക്കൂ. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്ന് ആ മലക്കുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്ത് വേണം? ഇസ്തിഖാമത്ത് ഉണ്ടാവണം, ഉറച്ച നിലപാടുണ്ടാവണം. റമദാനിന് വേണ്ടിയല്ല, ലാ തകൂനു റമദാനിയീൻ വലാകിൻ കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റമദാനികളായിട്ട് റമദാനിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാകരുത്, റബ്ബാനികളാവണം. പടച്ചതമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ച് പരിപൂർണ ഭക്തരായിട്ട് മുന്നോട്ട് പോകുന്നവരാവണം. അതിന് ഇസ്തിഖാമ ഉണ്ടാവണം. പ്രത്യേകിച്ചും ഈ നാടുകൾ ഒരുപാട് ഭയാശങ്കകൾ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെയാണ് ആ മലക്കുകൾ അല്ലാ തഖാഫു വലാ തഹ്സനു, ഭയപ്പെടാതിരിക്കൂ, ദുഃഖിക്കാതിരിക്കൂ, പടച്ചതമ്പുരാൻ കൂടെയുണ്ട്. നിങ്ങൾ ഈ ശീലിച്ച നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോയാൽ പടച്ചതമ്പുരാൻ ഒരിക്കലും കൈവിടില്ല.
ഇനി ഭൗതികമായിട്ട് വല്ലതും സംഭവിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ് സമാധാനമുള്ള ശാന്തിയുള്ള മനസ്സുമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ഈ ദുനിയാവ് വിട്ടുപിരിയാൻ സാധിക്കണമെങ്കിൽ ഇസ്തിഖാമ ഉണ്ടായിരിക്കണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഖാമയെ കുറിച്ച് പറയുന്നുണ്ട്. ഖദ് ഖാലഹൻ നാസ്, ജനങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ സുമ്മ കഫറു അക്സറുഹും, അവരിൽ അധിക പേരും പിന്നീട് അത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു പോകുന്നു, തള്ളിപ്പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്തിഖാമ? ഫമൻ മാത അലൈഹ ഫഹുവ മിമ്മൻ ഇസ്തഖാം. ഇസ്തിഖാമത്തോട് കൂടിയിട്ട് ഒരു ഉറച്ച നിലപാടിൽ പടച്ചതമ്പുരാന് ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള അടിയുറച്ച നിലപാടിൽ മുന്നോട്ട് പോവുകയും അങ്ങനെ അതേ വഴിയിൽ മരണപ്പെടുകയും ചെയ്യലാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒരേ ട്രാക്കിൽ സഞ്ചരിച്ച് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെത്തുവോളം ഊടുവഴികളിലൂടെ വഴിമാറാതെ പടച്ചതമ്പുരാൻ നിശ്ചയിച്ച സ്വർഗത്തിലേക്കുള്ള രാജപാതയിലൂടെ മുന്നേറലാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമ. ആ ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത്. മരണങ്ങൾ ചുറ്റുപാടും സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പരിസരങ്ങളിലൊക്കെയും മരണമാണ്. അല്ലാഹുവെ കുറിച്ചുള്ള അടിയുറച്ച ബോധവും പരലോക ബോധവും കൂടുതൽ ശക്തിപ്പെടേണ്ട സന്ദർഭമാണ്. ബർറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആൾക്കൂട്ടത്തെ കണ്ടു. എന്താണ് അവിടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അവിടെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ മറുപടി പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഭ്രാന്തനായിട്ട് അസ്വസ്ഥനായിട്ട് അങ്ങോട്ട് നടന്നു ചെന്നിട്ട് ആ മണ്ണിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മണ്ണ് നനയുവോളം കണ്ണീരണിഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, യാ ഇഖ്വാനി, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സഹോദരങ്ങളെ, ലിമിത്ലിൽ യൗം ഫഅഇദ്ദു, ഇതുപോലൊരു ദിനത്തിന് വേണ്ടിയിട്ട് നിങ്ങളും ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അപകടങ്ങൾ കാണുമ്പോൾ, പരിസരങ്ങളിൽ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുന്നൊരുക്കമാണ് വേണ്ടത്. ബേജാറായി തളർന്നു പോവല്ല. എനിക്കും ഇതുപോലൊരു വിളി വരും ഇൻഷാ അല്ലാഹ്, വ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഞങ്ങളും ഇതാ നിങ്ങൾക്ക് പിന്നാലെ നിങ്ങളിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നല്ലേ നമ്മൾ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും സലാം ചൊല്ലിക്കൊണ്ട് പറയുന്നത്. ആ ഒരു മനസ്സോടെ ക്യൂവിൽ ചെന്ന് നിൽക്കാൻ സമയമായിരിക്കുന്നു എന്നതാണ്. അതിനാൽ ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത്, മരണചിന്ത വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കലാണ് ബുദ്ധി. വ അക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തലാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. അതിനാൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി, നരകമുക്തിക്ക് വേണ്ടിയിട്ട് അടിയുറച്ച നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ പടച്ചവനെ പേടിക്കാൻ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, വൽ തൻദുർ നഫ്സ്, ഓരോ നഫ്സും ആലോചിച്ചു കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടിയിട്ട് താൻ എന്താണ് മുൻകൂട്ടി സംഭരിച്ചു വെച്ചത് എന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ടിരിക്കൂ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, പടച്ച തമ്പുരാൻ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. പടച്ച തമ്പുരാൻ ആ ഒരു മനസ്സോടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖീകളായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അവശേഷിക്കുന്ന രാപ്പകലുകൾ നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹുവിൻ്റെ മലക്കുകൾ, ഭൂമിയിലെ ചരൽ കല്ലുകളുടെ അത്രയും മലക്കുകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങാൻ പോകുന്ന സന്ദർഭങ്ങളാണ് ഇനിയുള്ളത്.
ആ മലക്കുകൾ അതിരാവിലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവൻ്റെ അടിയങ്ങൾക്ക് സലാം പറയുമത്രേ. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ റുകൂഉം സുജൂദും തിലാവത്തും അവർ രേഖപ്പെടുത്തുന്ന വേളയാണത്. അപ്പോൾ ഉറങ്ങിപ്പോകരുത്, ഉണർന്നിരിക്കണം. ഇതാ പടച്ചോനെ, നിന്റെ അടിമകൾ നിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് മറുപടി കൊടുക്കണം. അന്ന് മലക്കുകൾ ചോദിച്ചില്ലേ പടച്ചോനോട്, എന്തിനാ പടച്ചോനെ ഭൂമിയിൽ രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്നവരെ നീ പടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പടച്ചോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം എന്ന്. അതിൻ്റെ ഉത്തരം ഈ നാടുകളിലാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഇതാ പടച്ചോനെ, ഇതിനാണ് നീ ഞങ്ങളെ പടച്ചത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ നിലയിൽ അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീണ് ഇബാദത്തുകൾ അനുഷ്ഠിക്കേണ്ട സന്ദർഭമാണ്. ഇനി നമുക്ക് പൂർത്തീകരിക്കാനുള്ള സുപ്രധാനമായ ബാധ്യത ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കി. എന്തിനാണ്? തുഹറത്തുൽ ലിസ്സാഇം, നോമ്പുകാരനെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയാണ്. സംഭവിച്ചിരിക്കാവുന്ന വീഴ്ചകൾ, നോമ്പിൽ വന്ന പോരായ്മകളെ കഴുകി തുടച്ച് അത് പൂർണ്ണ പ്രതിഫലാർഹമാക്കി മാറ്റാൻ വേണ്ടിയുള്ള അവസാനത്തെ ശ്രമമാണ് ഫിത്ർ സക്കാത്ത്. അതോടൊപ്പം തുഅമത്തുൽ മസാക്കീൻ, അത് അഗതികൾക്കുള്ള ഭക്ഷണവും കൂടിയാണ്. ഒരു മാതൃകാ ദിനം അല്ലാഹുവിൻ്റെ ദീൻ ഈ ലോകത്ത് പുലരുമ്പോൾ എങ്ങനെയായിരിക്കും ആ നാള്? സുഭിക്ഷമായ നാളായിരിക്കും. ആ നിലയ്ക്ക് ഒരു മാതൃകാ ദിനം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അല്ലാഹു തആല ഫിത്ർ സക്കാത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മേൽ ബാധ്യതയാകുന്ന സക്കാത്താണ്. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് പെറ്റുവീഴുന്ന കുഞ്ഞിനും ആ സക്കാത്ത് ബാധകമാണ് എന്ന് മനസ്സിലാക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി തന്നെ ഫിത്ർ സക്കാത്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട്, നൽകേണ്ടതുണ്ട് എന്നതാണ്. പെരുന്നാൾ ദിവസത്തേക്കുള്ള ഭക്ഷണം കഴിച്ച് മിച്ചമുള്ളവരൊക്കെയും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ വിധി എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ആ സക്കാത്തുൽ ഫിത്ർ നൽകിയാൽ മാത്രമാണ് നാം റമദാനിൽ അനുഷ്ഠിച്ച അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ അത് ജാഗ്രതയോടുകൂടി നിർവഹിക്കണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിത്ർ സക്കാത്ത് സംവിധാനമുണ്ട്. 95 രൂപയാണ് ഒരു വ്യക്തിയുടെ സക്കാത്തിൻ്റെ വിഹിതമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് സജ്ജീകരിച്ച് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ. ശവ്വാൽ മാസപ്പിറവിക്ക് മുമ്പായി തന്നെ ഫിത്ർ സക്കാത്ത് നൽകാവുന്നതാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് തന്നെ റമദാൻ ആദ്യം മുതൽ നൽകുവാനുള്ള അനുവാദമുണ്ട്. അതിനാൽ എത്രയും വേഗം ആ ബാധ്യത പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റൊരു പെരുന്നാളിലേക്ക് പ്രവേശിക്കാണ്. പുത്തനുടുപ്പില്ലാത്ത, അത്തറ് പുരട്ടാത്ത, അത്രയൊന്നും സന്തോഷങ്ങളില്ലാത്ത, ആരവങ്ങളില്ലാത്ത ഒരു പെരുന്നാളാണ്. എന്നാലും പെരുന്നാൾ നമുക്കൊരു ഇബാദത്താണ്. ആ ഒരു ബോധ്യം നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വീടുകളിലായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പെരുന്നാൾ. വീട്ടിൽ കൃത്യസമയം നിശ്ചയിച്ച് എല്ലാവരും കുളിച്ച് ഒരുങ്ങി ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് അത്തറുണ്ടെങ്കിൽ അത് പൂശി ഒന്നിച്ച് നമസ്കരിക്കേണ്ടതുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ട് ഗൃഹനാഥന് കഴിയുമെങ്കിൽ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നല്ല വസിയത്തുകൾ നൽകിയിട്ട് പരസ്പരം പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് പിരിയുന്നതാണ് നല്ലത്. അതാണ് ഉത്തമമായിട്ടുള്ള രീതി. അതിനാൽ ആ രീതി എല്ലാവരും പ്രത്യേകം ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ പെരുന്നാളിന് ചിരിക്കും. കാരണം പടച്ചോനാണ് നമ്മെ ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും. പടച്ചോനാണ് സുഖവും ദുഃഖവും നമുക്ക് തരുന്നത്. ഇന്നഹു ഹുവ അദ്ഹക വ അബ്ക, അവനാണ് നിന്നെ ചിരിപ്പിക്കുന്നത്, അവനാണ് നിന്നെ കരയിക്കുന്നതും. അവൻ ചിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ നിറകൺ ചിരിച്ചിരിക്കും. കണ്ണുനീരണിഞ്ഞുകൊണ്ട് തന്നെ പടച്ചോനെ ഇതാ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ പുഞ്ചിരിക്കുന്നു എന്ന നിലയ്ക്ക്. കാരണം നമ്മൾ പടച്ചോൻ്റെ അടിമകളാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. ഈ പെരുന്നാളിന് വേണ്ടി നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നില്ല, എല്ലാം ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. ആ സമയം കൂടി നമുക്ക് ഇബാദത്തിൽ മുഴുകാം. പുത്തനുടുപ്പ് പെരുന്നാളിന് നിർബന്ധമുള്ള കാര്യമല്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഉടുപ്പുണ്ടാകുമായിരുന്നു. അത് വെള്ളിയാഴ്ചകളിലും വിശേഷ അവസരങ്ങളിലും പെരുന്നാളിനും ഉപയോഗിച്ചിരുന്നതാണ്. അഹ്സന സിയാബിഹി എന്നാണ് അതിനെക്കുറിച്ച് ഹദീസിൽ പറയുന്നത്. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം അതാണ് ജുമാക്കും അണിയേണ്ടത്. ആ നിലക്ക് ഉള്ളതിൽ നല്ലത് അണിഞ്ഞുകൊണ്ടായിരിക്കണം പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. സങ്കടങ്ങളെല്ലാം നമുക്ക് പങ്കുവെക്കാനുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതിയെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. ആ നിലക്ക് മക്കൾക്ക് പ്രതീക്ഷയും സന്തോഷവും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അറിയാമല്ലോ, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലെ മക്കൾ അവരൊക്കെ പുത്തനുടുപ്പ് ധരിച്ചിട്ട് കാലം കുറേയായി. പടച്ചവൻ നമ്മിലേക്കും അത്തരം അനുഭവങ്ങൾ കൊണ്ടുവന്നു തരികയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള ഇബാദത്ത് ആഘോഷത്തിൻ്റെ നിയ്യത്തോടു കൂടി തന്നെ നമ്മൾ അനുഷ്ഠിച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പിൻ്റെ കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. റമദാനിൽ നോമ്പ് നോറ്റും അതിനെ തുടർന്ന് ശവ്വാലിൽ ഒരാൾ 6 നോമ്പുകൾ പിന്തുടർത്തിയാൽ വർഷം മുഴുവൻ നോമ്പെടുത്തതിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ ഒരു നന്മയ്ക്ക് 10 കൂലിയാണ്. ആ കാഴ്ചപ്പാടിൽ ഒരു നോമ്പിന് 10 കൂലി, 30 നോമ്പിന് 300 കൂലി, 36 നോമ്പാകുമ്പോൾ 360 കൂലി. അപ്പോൾ ഒരു വർഷത്തെ നോമ്പിൻ്റെ കൂലി എന്ന് പണ്ഡിതന്മാരത് വ്യാഖ്യാനിക്കുന്നത് കാണാം. ആ നിലയിൽ നോമ്പിൻ്റെ നന്മകളെ പിന്തുടർത്തിക്കൊണ്ടിരിക്കാൻ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സുഹൃതങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പടച്ചവനെ അനുഗ്രഹീതമായ റമദാൻ ഞങ്ങളിൽ നിന്ന് ഇതാ കടന്നു പോകാൻ വേണ്ടി, സലാം പറയാൻ വേണ്ടി കാത്തിരിക്കാമല്ലോ റബ്ബേ. പടച്ചവനെ ഈ റമദാനിനെ സന്തോഷകരമായിട്ട് യാത്രയാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ ഈ റമദാനിനെ അനുകൂല സാക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. പ്രതികൂല സാക്ഷിയാക്കി മാറ്റല്ല റബ്ബേ. പടച്ചവനെ പ്രയാസങ്ങളുടെ കണ്ണീരിൻ്റെ ദുഃഖക്കടലിലൂടെ നീന്തിക്കടന്നാണ് ഞങ്ങൾ ഈ റമദാൻ പൂർത്തീകരിക്കാൻ പോകുന്നത്. പടച്ചവനെ സ്വീകരിക്കണം റബ്ബേ. പടച്ചവനെ പോരായ്മകൾ സംഭവിച്ചു പോയെങ്കിൽ എല്ലാം അറിയുന്ന റബ്ബേ വിട്ടുവീഴ്ച ചെയ്യണേ നാഥ. ഞങ്ങൾ ദുർബലന്മാരാണ്, പാപങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്, അനാവശ്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളവരാണ് നാഥ. എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ പട്ടിണിയും ഞങ്ങളുടെ ദാഹവും ഞങ്ങൾ ഉറക്കമൊഴിച്ചതും ഞങ്ങൾ നിന്ന് നമസ്കരിച്ചതും നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് റബ്ബേ. സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ അവരെയൊന്നും തട്ടിക്കളയല്ല റബ്ബേ. പടച്ചവനെ ഞങ്ങളോട് കരുണ കാട്ടണേ നാഥ. പടച്ചവനെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റബ്ബേ. രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ശരീരങ്ങൾ കൊണ്ട് സംഭവിച്ച തോന്നിവാസങ്ങളും പടച്ചവനെ എല്ലാം പുറത്തു തരണേ റബ്ബേ. പടച്ചവനെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കണേ റബ്ബേ. ബന്ധങ്ങൾ നന്നാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ നാഥ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുമായും ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ ഞങ്ങളുടെ മനസ്സുകളെ പാകപ്പെടുത്തി തരണേ റബ്ബേ. പടച്ചവനെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ. പടച്ചവനെ ഈ ദുരിതക്കടൽ നീന്തിക്കടക്കാൻ കരുത്ത് നൽകണേ റബ്ബേ. ലോകം ഗുരുതരമായ പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണല്ലോ റബ്ബേ. ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്ത് നൽകണേ നാഥ. സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എന്തു വന്നാലും നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് അൽഹംദുലില്ലാഹ് എന്ന മനസ്സ് നിറഞ്ഞ് വീണ്ടും വീണ്ടും നിന്നെ സ്തുതിക്കാനുള്ള ഖൽബ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ എന്ത് പരീക്ഷണത്തിലും നിന്നെ തള്ളിപ്പറഞ്ഞു പോകുന്ന ദുർബലമായ ഈമാൻ നശിച്ചു പോയ അവസ്ഥയിൽ ഞങ്ങൾ നീ എത്തിക്കല്ല റബ്ബേ. ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ ഓക്സിജൻ കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ, ആംബുലൻസുകൾ നിരയായിട്ട് കാത്തു നിൽക്കുമ്പോൾ, മരണവിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പടച്ചു പോകുന്നുണ്ട് റബ്ബേ. പടച്ചവനെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. ഈ ദുനിയാവിലെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ റബ്ബേ. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അതേപോലെ തന്നെ അവരുടെ ഭാവി പദ്ധതികൾ, സ്വന്തമായൊരു വീട്, മക്കളുടെ വിവാഹം, ഇങ്ങനെ തുടങ്ങി നീ ഏൽപ്പിച്ച ബാധ്യതകൾ നാഥ ഹലാലായ മാർഗങ്ങളിലൂടെ അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ.
സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ, അവരിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കണേ റബ്ബേ. പലരും രോഗാവസ്ഥയിലാണ്, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് റബ്ബേ. ഞങ്ങളെ അറിയിക്കാതെ അവർ പിടിച്ചു നിൽക്കുകയാണ് നാഥ. അവർക്ക് മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിലും ജോലിയില്ലാത്തവർ, അതേപോലെ കച്ചവടം തകർന്നു പോയവർ, ഉപജീവനത്തിന് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഭാവിയിലേക്ക് നിസ്സംഗമായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ളവരുണ്ട് റബ്ബേ. പടച്ചവനെ, ഹലാലായ ഉപജീവനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നാളെ നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. പടച്ചവനെ, അവരുടെ ബർസഖി ജീവിതം സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കണേ റബ്ബേ. നാളെ നിന്റെ മുമ്പിൽ എത്തുമ്പോൾ, മഹ്ശറിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ വിചാരണ നീ എളുപ്പമാക്കി തരണേ റബ്ബേ. പടച്ചവനെ, സ്വർഗത്തിൻ്റെ വഴിയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ. മക്കളെയും കുടുംബത്തെയും സാലിഹീങ്ങളാക്കി മാറ്റി തരണേ റബ്ബേ. മക്കളെ ഞങ്ങൾക്ക് പരീക്ഷണമാക്കി മാറ്റുന്ന റബ്ബേ. ദുനിയാവിൻ്റെ പല വിധത്തിലുള്ള ആസ്വാദനങ്ങളിൽപ്പെട്ട് നേരം പോക്കുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചവനെ, ഞങ്ങളുടെ മനസ്സുകളെ കാക്കണേ നാഥ. നിന്നെ ദിക്ർ ചെയ്തുകൊണ്ട്, നിന്നോട് തേടിക്കൊണ്ട്, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിച്ചു കൂട്ടുന്ന പരലോക ബോധമുള്ളവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. ലോകത്തിൻ്റെ നാനാഭാഗത്തും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കരുണ ചൊരിയണേ നാഥ. ഈ ഗുരുതരമായ ബലായിൽ നിന്ന്, മുസീബത്തിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم اشف أنت الشافي، لا شفاء إلا شفاؤك شفاء ولا يغادر سقما. اللهم اشف أمراضنا وأمراض آبائنا وأمراض أمهاتنا وأمراض أبنائنا وأمراض إخواننا وأمراض أزواجنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا شافي الأمراض. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وركوعنا وسجودنا وقيامنا وتلاوتنا وصدقاتنا وسائر أعمالنا يا سميع الدعاء. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا رمضانا بعد رمضان
ربنا آتنا رمضانا بعد رمضان ربنا آتنا رمضانا بعد رمضان ووفقنا فيه الصيام والقيام وتلاوة القرآن ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.